ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് മുട്ട കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള എഗ് ഓംലെറ്റും ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗുമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിന് വേറെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മുട്ട 3 എണ്ണം, ക്യാരറ്റ് ഒന്ന് ചീകിയെടുത്തത്, ക്യാബേജ് ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, സവാള ഒന്ന് ചെറുതായി അരിഞ്ഞത്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില ഒരു തണ്ട്, മല്ലിയില ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ശരിക്കും വഴന്നു വരികയൊന്നും വേണ്ട കേട്ടോ. ഇപ്പം നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഒന്ന് വഴന്നു വന്നതും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളകിന് പകരം കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചക്കറിക്കൂട്ടും അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇതുപോലെ പച്ചക്കറികൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. തവ ചൂടായതും നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിന് ചുറ്റും ഒരല്പം എണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് തീ വളരെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് മൂടി വയ്ക്കണം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് തയ്യാറാക്കാം. നമ്മൾ വെച്ചിരുന്ന പച്ചക്കറി കൂട്ടിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണേ. ഇതൊന്ന് ചൂടായത് നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 or 2 മുട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഇളക്കിക്കൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ സവാള മാത്രമല്ല ഉപയോഗിക്കാറുള്ളൂ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ആകുമ്പോൾ ഓംലെറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് പോലും പച്ചക്കറികളും മുട്ടയൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.